പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ 9th സ്റ്റാൻഡേർഡിലെ ആദ്യത്തെ ലെസൺ ആയിട്ടുള്ള ദ റൈസ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ആരാ? നിഷ പഞ്ചാബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ റൈറ്ററാണ്. ഓക്കെ, നിഷ പഞ്ചാബി. അപ്പോ നിങ്ങൾ എല്ലാവരും ആദ്യം ചെയ്യേണ്ടത് പേജ് നമ്പർ 13 എടുക്കുക. ഓക്കെ, പേജ് നമ്പർ 13 എടുക്കുക. അതില് നിഷ പഞ്ചാബിയെ കുറിച്ചിട്ട് ഒരു ഒരു പ്രൊഫൈൽ കിടപ്പുണ്ട്. ഇപ്പൊ നോക്കാം നമുക്ക് നിഷ പഞ്ചാബിയെ കുറിച്ച്. നിഷ പഞ്ചാബി is a freelance writer based in Lucknow, India. She completed her education including her masters in business administration. She was employed by the Lucknow Times daily magazine of the Times of India as a freelancer. She blogs at shimmeringsunshine.blogspot.com. The Rise is an award-winning story in a sports category competition held by the Children's Book Trust, New Delhi, India in 2001. അപ്പൊ നോക്കി, നിഷ പഞ്ചാബി എന്ന് പറയുന്നത് ഷി വാസ് എ ഫ്രീലാൻസ് റൈറ്റർ ബേസ്ഡ് ഇൻ ലക്നൗ. ലക്നൌവിൽ താമസിക്കുന്ന ഒരു ഫ്രീലാൻസ് റൈറ്റർ ആണ് ആരെന്ന് വെച്ചാൽ നിഷ പഞ്ചാബി. ഓക്കെ, ഷി കംപ്ലീറ്റഡ് ഹെർ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിംഗ് ഹെർ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഷി കംപ്ലീറ്റഡ് ഹെർ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അല്ലെ, മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ MBA എന്ന് പറയും. പിന്നെയോ ഷി വാസ് എംപ്ലോയിഡ് ബൈ ദ ലക്നൌ ടൈംസ്. ലക്നൌ ടൈംസിലാണ് അവർ ജോലി ചെയ്യുന്നത്. ലക്നൌ ടൈംസ് എന്ന് വെച്ചാൽ എന്താണ്? ഡെയിലി മാഗസീൻ ഓഫ് ദ ടൈംസ് ഓഫ് ഇന്ത്യ. അല്ലെ, ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ജേണലിന്റെ ഒരു ഡെയിലി മാഗസീൻ ആണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ലക്നൌ ടൈംസ്. അപ്പൊ ആ ലക്നൌ ടൈംസിലാണ് നിഷ പഞ്ചാബി വർക്ക് ചെയ്യുന്നത്. ഷീ ബ്ലോഗ്സ് അറ്റ് shimmeringsunshine.blogspot.com. അതുപോലെ തന്നെ അവർ ധാരാളം ബ്ലോഗുകൾ, അല്ലെ, നെറ്റ് ബ്ലോഗിങ് അറിയാം. അപ്പൊ ധാരാളം ബ്ലോഗുകൾ എഴുതാറുണ്ട്. അവരുടെ ബ്ലോഗിന്റെ ഐഡി എന്താണ്? shimmeringsunshine.blogspot.com എന്നത്. ഇനി റേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റേസ് ഈസ് ആൻ അവാർഡ് വിന്നിംഗ് സ്റ്റോറി ഇൻ എ സ്പോർട്സ് കാറ്റഗറി കോമ്പറ്റീഷൻ. അല്ലെ, സ്പോർട്സ് കാറ്റഗറി കോമ്പറ്റീഷനിലെ ഒരു അവാർഡ് വിന്നിംഗ് സ്റ്റോറിയാണ് റേസ് എന്ന് പറയുന്നത്. ഇത് എന്താണ്? ഹെൽഡ് ബൈ ദ ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ്, ന്യൂഡൽഹി, ഇന്ത്യ ഇൻ 2001. 2001 എന്താണ് ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് നടത്തിയ ഒരു ഷോർട്ട് സ്റ്റോറി കോമ്പറ്റീഷനില് സ്പോർട്സ് കാറ്റഗറിയില് 1ാം സമ്മാനം നേടിയ ഒരു സ്റ്റോറിയാണ് ഈ റേസ് എന്ന് പറയുന്നത്. ഈ റേസ് ആണ് നിങ്ങൾക്ക്, ഈ സ്റ്റോറിയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, നോക്കാം നമുക്ക് റേസ് എന്ന് പറയുന്ന സ്റ്റോറിയെ കുറിച്ച്. അപ്പൊ അതിന്റെ ഏറ്റവും തുടക്കത്തിലേക്ക് നോക്കി പറയാണ്, അറ്റ് ദ എൻഡ് ഓഫ് എ ഗെയിം ഓർ എ സ്പോർട്ടിംഗ് ഇവന്റ് we usually appreciate the winner or the record breaker. Shouldn't we encourage the losers too? Let's see what happens in the story. Okay, at the end of a game or a sporting event, ഒരു ഗെയിം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്പോർട്ടിംഗ് ഇവന്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെ, ഏതൊരു മത്സരമായി കഴിഞ്ഞാലും we usually appreciate the winner or the record breaker. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ആരെ മാത്രമാണ്? ആ വിന്നറിനെയോ അല്ലെങ്കിൽ ഒരു റെക്കോർഡ് ബ്രേക്കറെയോ മാത്രമാണ് നമ്മൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അല്ലെ, നമ്മൾ ലൂസേഴ്സിനെ, അതായത് പരാജയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? പാടെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ, അപ്പൊ എപ്പോഴും ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞാൽ, ഒരു സ്പോർട്ടിംഗ് ഇവന്റ് നടന്നു കഴിഞ്ഞാൽ എപ്പോഴും അതിൽ വിജയിച്ചവരെ മാത്രമാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നത്? അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. പരാജയപ്പെടുന്ന ആരെയും തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അവരെ നമ്മളെ തീർത്തും നെഗ്ലക്ട് ചെയ്യുന്നു, അല്ലെ, അവഗണിക്കും. Shouldn't we encourage the losers too? പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ടതല്ലേ? ലോസേഴ്സിനെയും, അതായത് പരാജയപ്പെട്ടു പോയവരെയും നമ്മൾ എൻകറേജ് ചെയ്യേണ്ടതല്ലേ എന്നാണ് ഈ സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ദ റൈസ്. നോക്കി എല്ലാവരും പേജ് നമ്പർ 8, റൈസ്. Tarun was a mediocre student. His grades could barely satisfy his parents, and he was not a good singer, dancer, painter, or even an actor. He always thought of himself as the black sheep of the family. His elder brother, who was pursuing a degree in engineering from a reputed college,
always made the family proud. But Tarun was never good at anything like that. അപ്പൊ നോക്കി, തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡന്റ്. തരുൺ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഇതിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് വെച്ചാൽ. അപ്പൊ ഒരു സ്റ്റോറിയിലെ അല്ലെങ്കിൽ ഒരു നോവലിലെ ഒരു സെൻട്രൽ ക്യാരക്ടറിനെ നമ്മൾ എപ്പോഴും വിളിക്കുന്ന പേരാണെന്ന് വെച്ചാൽ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയും. എന്ത് പറയും? പ്രോട്ടഗോണിസ്റ്റ്. ഓക്കെ, അപ്പൊ തരുണാണ് ഈ സ്റ്റോറിയിലെ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയും, അതായത് നായകൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ തരുണിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡന്റ്. ഹി വാസ് എ മീഡിയോക്കർ സ്റ്റുഡന്റ്. എന്താ മീഡിയോക്കർ എന്ന് വെച്ചാൽ? മീഡിയോക്കർ മീൻസ് ആവറേജ്. തരുൺ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് വെച്ചാൽ എന്താണ്? വളരെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയല്ല, എന്നാൽ തീർത്തും മോശമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയല്ല, ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ് തരുൺ. ഇനി ഹിസ് ഗ്രേഡ്സ് കുഡ് ബെയർലി സാറ്റിസ്ഫൈ ഹിസ് പാരന്റ്സ്. അവന്റെ ഗ്രേഡ്സ് എല്ലാം ബെയർലി സാറ്റിസ്ഫൈ ഹിസ് പാരന്റ്സ് എന്ന് പറയുന്നത്. ഈ ബെയർലി എന്ന് പറയുന്ന വേർഡ് ഒരു നെഗറ്റീവ് മീനിങ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വേർഡാണ്. ഓക്കെ, അപ്പോഴ് ഏതെങ്കിലും ഒരു സെന്റൻസില് ബെയർലി മാത്രമല്ല മറ്റ് വേർഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? റെയർലി ഉണ്ട്, സെൽഡം ഉണ്ട്, സ്കേഴ്സ്ലി ഉണ്ട്, ഹാർഡ്ലി ഉണ്ട്. അപ്പൊ ഇത്തരം വാക്കുകളെല്ലാം ഒരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാല് ആ സെന്റൻസിന് നെഗറ്റീവ് മീനിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, റയർലി, ബെയർലി, സെൽഡം, സ്കേഴ്സ്ലി, ഹാർഡ്ലി തുടങ്ങിയ വേർഡ്സ് ഒരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാല് ആ സെന്റൻസിന് നെഗറ്റീവ് മീനിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്ന് വെച്ചാൽ ഇവിടെ നോക്കിയത് എങ്ങനെയാണെന്ന്? ഹിസ് ഗ്രേഡ്സ് കുഡ് ബെയർലി സാറ്റിസ്ഫൈ ഹിസ് പാരന്റ്സ്. അവന്റെ ഗ്രേഡ്സ് ബെയർലി സാറ്റിസ്ഫൈ ഹിസ് പാരന്റ്സ്. അവന്റെ പാരന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്തിരുന്നില്ല എന്നാണ് അർത്ഥം. അപ്പൊ അവന് കിട്ടുന്ന മാർക്സ് അല്ലെങ്കിൽ ഗ്രേഡ്സ് ഒന്നും തന്നെ അവന്റെ മാതാപിതാക്കൾക്ക്, അവന്റെ പാരന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക. എന്താ സാറ്റിസ്ഫൈ ചെയ്യുക? സംതൃപ്തിപ്പെടുത്തുക എന്നാണ് അല്ലെ. അപ്പോഴ് ഇവന് കിട്ടുന്ന ഗ്രേഡ്സ് ഒന്നും തന്നെ ഇവന്റെ പാരന്റ്സിനെ സംതൃപ്തിപ്പെടുത്തിയിരുന്നില്ല. ഇനി ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ, ഡാൻസർ, പെയിന്റർ ഓർ ഈവൻ ആൻ ആക്ടർ. ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ. അവൻ എന്തായിരുന്നില്ല? ഒരു നല്ലൊരു പാട്ടുകാരനായിരുന്നില്ല. അപ്പൊ പഠിക്കാനുള്ള കഴിവ് അവന് കുറച്ച് കുറവാണ്. പിന്നെ അതുകൂടാതെ എന്തൊക്കെയാണ് അവന്റെ പ്രശ്നങ്ങൾ? ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ, അല്ലെ, ഒരു നല്ലൊരു പാട്ടുകാരനായിരുന്നില്ല. ഡാൻസർ, അല്ലെ, ഹി വാസ് നോട്ട് എ ഗുഡ് ഡാൻസർ, നല്ലൊരു ഡാൻസർ ആയിരുന്നില്ല. പെയിന്റർ, അല്ലെ, ഒരു പെയിന്റർ ആയിരുന്നില്ല, ഒരു ചിത്രകാരനായിരുന്നില്ല. ഓർ ഈവൻ ആൻ ആക്ടർ, ഒരു ആക്ടറോ ഒരു നടനോ ആയിരുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള യാതൊരുവിധ കഴിവുകളും ആർക്കുണ്ടായിരുന്നില്ല? തരുണിന് ഉണ്ടായിരുന്നില്ല, അല്ലെ. നല്ലൊരു പാട്ടുകാരനായിരുന്നില്ല, നല്ലൊരു ഡാൻസർ ആയിരുന്നില്ല, ഒരു പെയിന്റർ ആയിരുന്നില്ല, ഒരു ആക്ടർ, ഒരു അഭിനേതാവോ അങ്ങനെയുള്ള യാതൊരുവിധ ടാലൻസും ആർക്കുണ്ടായിരുന്നില്ല? തരുണിന് ഉണ്ടായിരുന്നു. ഇനി ഹി ഓൾവേസ് തോട്ട് ഓഫ് ഹിംസെൽഫ്. അവൻ എപ്പോഴും അവനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു. ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. ആ ഫാമിലിയിലെ, അവരുടെ കുടുംബത്തിലെ ഒരു ബ്ലാക്ക് ഷീപ്പ് ആണ് താനെന്ന്. എന്ന് വെച്ചാൽ ബ്ലാക്ക് ഷീപ്പ് എന്ന് വെച്ചാൽ കൂട്ടത്തിൽ കൊള്ളാത്തവൻ എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഇഡിയമാണ്. ബ്ലാക്ക് ഷീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൂട്ടത്തിൽ കൊള്ളാത്തവൻ, ഗുഡ് ഫോർ നത്തിങ്, യൂസ്ലെസ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ ഹി തോട്ട് ഓഫ് ഹിംസെൽഫ്. അവൻ എപ്പോഴും അവനെ കുറിച്ച് കരുതിയിരുന്നത് എന്താണ്? ഐ ആം ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. ഞാൻ എന്താണ്? ഈ കുടുംബത്തിലെ ഒരു ബ്ലാക്ക് ഷീപ്പാണ്, ഈ കുടുംബത്തിൽ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് ഞാൻ എന്നാണ് തരുൺ അവനെ കുറിച്ച് സ്വയം കരുതിയിരുന്നത്. ഹിസ് എൽഡർ ബ്രദർ. അവന്റെ എൽഡർ ബ്രദർ ആണെങ്കിലോ, അവന്റെ ചേട്ടനാണെങ്കിലോ, who was pursuing a degree in engineering from a reputed college. Who was pursuing, അല്ലെ, എന്ത് ചെയ്യാണ്? pursuing a degree in engineering from a reputed college. ഒരു റെപ്യൂട്ടഡ് കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ് അവന്റെ എൽഡർ ബ്രദർ, അവന്റെ ജ്യേഷ്ഠൻ. ആൻഡ് ഹി ഓൾവേസ് മേഡ് ദ ഫാമിലി പ്രൗഡ്, അല്ലെ. അപ്പൊ ഇവന്റെ ചേട്ടനെ കുറിച്ച് ഓർത്ത് ഹിസ് ഫാമിലി വാസ് പ്രൗഡ്. അവന്റെ ഫാമിലി എന്തായിരുന്നു? അഭിമാനിച്ചിരുന്നു, അല്ലെ. അപ്പോ ഇവന്റെ ഫാമിലി എപ്പോഴും ഇവന്റെ ചേട്ടന്റെ കഴിവുകളെ കുറിച്ച്, അവന്റെ അക്കാഡമിക് ടാലൻസിനെ കുറിച്ചൊക്കെ ഓർത്ത് അഭിമാനിക്കുമ്പോൾ തരുണിന് അത്രയ്ക്കുള്ള കഴിവുകളൊന്നും ഇല്ലാണ്ട് തരുൺ സ്വയം കരുതിയിരുന്നത് അവനൊരു ബ്ലാക്ക് ഷീപ്പാണെന്ന്, അവനൊരു ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയാണെന്നാണ് അവൻ കരുതിയത്.
തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. അതിന്റെ കാരണം എന്താണ്? തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്, അല്ലെ? അതുപോലെയുള്ള ഒരു കാര്യങ്ങളിലും തരുൺ ഗുഡ് ആയിരുന്നില്ല, നല്ലത് ആയിരുന്നില്ല, അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള യാതൊരുവിധ കഴിവുകളും തരുണിന് ഉണ്ടായിരുന്നു. അതാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത നോക്കാം നമുക്ക് സെക്കൻഡ് പാരാ. However, he was blessed with the strength of a great athlete. He was an excellent runner. He would run for hours, be it day or night. Whenever he felt sad and lonely, he exhausted himself by running, thus releasing all his pent-up emotions. At times, he would miss his school bus and would then run to school, which was 5 miles away from the home. He just had one dream, to become the fastest runner in the world. Tarun did not know how to achieve his dream. On the one hand, his parents hated his running and wanted him to concentrate more on his studies, which he never did. On the other hand, he belonged to a middle-class family, and Tarun knew that to achieve his dream, he needed an intensive training, the amount for which was well beyond his family's reach. Okay. However, the however എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എങ്ങനെയായിരുന്നാലും എന്നാണ്. However, whatever എന്തായിരുന്നാലും, whichever ഏതായിരുന്നാലും, ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ. ഇപ്പോഴേ however എങ്ങനെയായിരുന്നാലും he was blessed, അവൻ അനുഗ്രഹിക്കപ്പെട്ടിരുന്നു, with the strength of a great athlete. എന്തുകൊണ്ട്? അവനൊരു ഗ്രേറ്റ് അത്ലറ്റിന്റെ, അല്ലെ, ഒരു കായിക താരത്തിന്റെ സ്ട്രെങ്ത്, കരുത്ത് ഉണ്ടായിരുന്നു. ഹി വാസ് ആൻ എക്സലന്റ് റണ്ണർ. എന്തായിരുന്നു അവന്റെ പ്രത്യേകത? ഹി വാസ് ആൻ എക്സലന്റ് റണ്ണർ, അല്ലെ? നന്നായി ഓടാൻ കഴിവുള്ള ഒരു ആളായിരുന്നു തരുൺ. ഹി വുഡ് റൺ ഫോർ അവേഴ്സ്. എങ്ങനെയാണ്? ഹി വുഡ് റൺ ഫോർ അവേഴ്സ്, അല്ലെ? മണിക്കൂറുകളോളം അവൻ എന്ത് ചെയ്യും? ഓടിക്കൊണ്ടേയിരിക്കും. Be it day or night. അത് രാത്രിയായാലും ശരി, പകലായാലും ശരി. He would run for hours, അല്ലെ? രാത്രിയോ പകലെന്നൊന്നുമില്ല, അവൻ മണിക്കൂറുകളോളം ഓടാൻ കഴിവുള്ള ഒരു പയ്യനായിരുന്നു. അപ്പോ മുകളിൽ പറഞ്ഞ ടാലൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിലും അവന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഹി വാസ് എ ഗുഡ് റണ്ണർ, അല്ലെ? അവനൊരു നല്ല ഓട്ടക്കാരനായിരുന്നു. Whenever he felt sad and lonely, whenever, നോക്കേ, നേരത്തെ however പറഞ്ഞു, അടുത്ത ഇപ്പൊ whenever പറയുക. Whenever എന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴായാലും, അല്ലെ? Whenever he felt sad and lonely, എപ്പോഴൊക്കെയാണോ he felt sad and lonely, അവന് sad സങ്കടം, and lonely ഒറ്റപ്പെടൽ, അല്ലെ? അപ്പൊ അവൻ എപ്പോഴൊക്കെയാണോ സങ്കടവും ഒറ്റപ്പെടലും ഒക്കെ തോന്നുന്നത്, he exhausted himself, അവനെ തന്നെ എക്സോസ്റ്റ് ചെയ്യാറുണ്ട്. എക്സോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ടു ബിക്കം ടയർഡ് എന്നാണ് എക്സോസ്റ്റഡിന്റെ മീനിങ്. അതായത് തളരുക, അല്ലെ? അവൻ എന്ത് ചെയ്യാറുണ്ട്? അവനെ തന്നെ എന്താണ്? തളർത്താറുണ്ട്. എങ്ങനെയാണ്? ബൈ റണ്ണിങ്, അല്ലെ? അപ്പൊ ഇവന് സങ്കടമോ വിഷമോ എന്ത് ഒറ്റപ്പെടലോ ഒക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് അവൻ നേരെ എന്ത് ചെയ്യും? ഇറങ്ങി ഓടും, അല്ലെ? അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഓടി കുറെ നേരം കഴിയുമ്പോൾ ഇവൻ എക്സോസ്റ്റഡ് ആവും, അതായത് തളരും. അങ്ങനെ തളരുമ്പോഴോ thus releasing, അങ്ങനെ റിലീസ് ചെയ്യുകയാണ്, അല്ലെ? ഓൾ ഹിസ് പെൻഡപ്പ് ഇമോഷൻസ്, അവന്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ തരത്തിലുള്ള സങ്കടങ്ങൾ, ഇമോഷൻസ്, വികാരങ്ങളെല്ലാം അവൻ എന്ത് ചെയ്യും? പുറന്തള്ളും. ഓക്കെ. അപ്പോൾ എപ്പോ സങ്കടം വന്നു കഴിഞ്ഞാലും, എപ്പോഴൊക്കെയാണോ അവൻ ഒറ്റപ്പെടൽ തോന്നുന്നത്, അപ്പോഴൊക്കെ അവൻ എന്ത് ചെയ്യും? ഓട്ടത്തിലൂടെ അതെല്ലാം മറികടക്കുമായിരുന്നു. അറ്റ് ടൈംസ്, ചില സമയങ്ങളിൽ, he would miss his school bus. അവൻ അവന്റെ സ്കൂൾ ബസ് മിസ് ചെയ്യും. And would then run to school, which was 5 miles away from home, അല്ലെ? അപ്പൊ എന്താണ്? He would miss his school bus often, അല്ലെ? ഇടയ്ക്കിടയ്ക്ക് അവൻ എന്ത് ചെയ്യാറുണ്ട്? He would miss his school bus. അവൻ അവന്റെ സ്കൂൾ ബസ് മിസ് ചെയ്യാറുണ്ട്. അങ്ങനെ സ്കൂൾ ബസ് മിസ് ചെയ്യുന്ന സമയത്ത് he would run to his school. അവൻ എന്ത് ചെയ്യും? സ്കൂളിലേക്ക് ഓടും. Which was 5 miles away from his home. അവന്റെ വീട്ടിൽ നിന്നും 5 മൈൽ അകലെയാണ് സ്കൂൾ. അപ്പൊ ആ സ്കൂളിലേക്ക് അവൻ എന്ത് ചെയ്യും? ഓടി പോകും. അപ്പൊ സ്കൂൾ ബസ് മിസ്സാകുന്ന സമയത്തല്ല അവൻ സ്കൂളിലേക്ക് ഓടിയാണ് പോകാറ്. പിന്നെ he just had one dream. ഇനി തരുൺ just had one dream. തരുണിന് ഒരേ ഒരു സ്വപ്നമായിരുന്നു ഉണ്ടായിരുന്നു. എന്താണ്?
to become the fastest runner in the world. അപ്പൊ എന്താണ് തരുണിന്റെ ഡ്രീം? തരുണിന്റെ ഡ്രീം എന്ന് വെച്ചാൽ എന്താണ്? He wanted to become the fastest runner in the world. അല്ലെ, ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ഒരു ഓട്ടക്കാരനായി തനിക്ക് മാറണമെന്നതാണ് ആരുടെ? തരുണിന്റെ ആഗ്രഹം. ഇനി തരുൺ did not know how to achieve his dream. തരുൺ did not know, തരുണിന് അറിയില്ലായിരുന്നു how to achieve this dream. അല്ലെ, അവന്റെ ഈ സ്വപ്നം എങ്ങനെ അച്ചീവ് ചെയ്യണമെന്ന്, എങ്ങനെ നേടിയെടുക്കണമെന്ന് തരുണിന് അറിയില്ലായിരുന്നു. On the one hand, his parents hated his running. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ his parents hated his running. അല്ലെ, അവന്റെ പാരന്റ്സ് ഈ റണ്ണിങ് ഹേറ്റ് ചെയ്തിരുന്നു, അതായത് വെറുത്തിരുന്നു. പിന്നെയോ and wanted him to concentrate more on his studies. അവർക്ക് എന്തായിരുന്നു ആഗ്രഹം? They wanted him to concentrate ചെയ്യുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക, more on his studies. അവന്റെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നായിരുന്നു അവരുടെ ഇഷ്ടം. അല്ലെ, അപ്പൊ തരുണിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വേഗതയുള്ള ഓട്ടക്കാരനാകണമെന്നാണെങ്കിലും അവന്റെ പാരന്റ്സ് എന്താണ് റണ്ണിങ് അല്ലെ എന്ന് പറയുന്നത് വെറുത്തിരുന്നു. അത് മാത്രമല്ല, അവരെന്താണ് ആഗ്രഹിച്ചത്? തരുൺ കുറച്ചുകൂടി നന്നായി പഠനത്തിൽ ശ്രദ്ധിക്കണമെന്നാണ്. ഇനി which he never did. അല്ലെ, പക്ഷെ അത് അവൻ ഒരിക്കലും ചെയ്തിരുന്നില്ല. അതായത് പഠനത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് അവൻ ഒരിക്കലും ചെയ്തിരുന്നില്ല. പിന്നെ on the other hand, ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് he belonged to a middle class family. അവൻ എങ്ങനെയുള്ള കുട്ടിയാണ്? he belonged to a middle class family. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന, അല്ലെ, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന പയ്യനാണ് താൻ. And Tarun knew that to achieve his dream, അല്ലെ, അവന്റെ സ്വപ്നം നേടിയെടുക്കാൻ he needed an intensive training. അവൻ എന്ത് ആവശ്യമുണ്ടായിരുന്നു? ഇന്റൻസീവ് ആയിട്ടുള്ള, അതിതീവ്രമായിട്ടുള്ള ട്രെയിനിങ് ആവശ്യമുണ്ടായിരുന്നു, പരിശീലനം ആവശ്യമുണ്ടായിരുന്നു. അല്ലെ, the amount for which was well beyond his family's reach. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു വേണ്ടിയിട്ടുള്ള പണം എന്ന് വെച്ചാൽ വെൽ ബിയോണ്ട്, അല്ലെ, വളരെ മുകളിലായിരുന്നു to his family's reach. അല്ലെ, അവന്റെ കുടുംബത്തിന് എന്താണ് എത്തിപ്പിടിക്കാൻ കഴിയാത്തതിനേക്കാൾ ഉയരെയായിരുന്നു അതിന് വേണ്ടുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പൊ നമ്മൾ തരുണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു തരുണിന്റെ ക്വാളിറ്റി എന്ന് ഓർത്ത് നോക്കേ. തരുൺ ഒരു മീഡിയോക്കർ സ്റ്റുഡന്റ് ആയിരുന്നു. അല്ലെ, തരുൺ ഒരു മീഡിയോക്കർ സ്റ്റുഡന്റ് ആയിരുന്നു. അവനൊരു നല്ല ഡാൻസറോ സിംഗറോ ആക്ടറോ പെയിന്ററോ ഒന്നും തന്നെ ആയിരുന്നില്ല. തരുൺ എപ്പോഴും തന്നെ കുറിച്ച് വിചാരിക്കുന്നത് എന്തായിരുന്നു? ബ്ലാക്ക് ഷീപ്പ്. അല്ലെ, അവൻ അവന്റെ ഫാമിലിയിലെ ഒരു ബ്ലാക്ക് ഷീപ്പ് ആണ്, കൂട്ടത്തിൽ കൊള്ളാത്തവനാണ്, അല്ലെ, ഒന്നിനും കൊള്ളാത്തവനാണ് എന്നാണ് അവൻ സ്വയം കരുതിയത്. ഇനി തരുണിനൊരു സ്വപ്നം ഉണ്ടായിരുന്നു. എന്തായിരുന്നു തരുണിന്റെ സ്വപ്നം? തരുൺ wanted to become the fastest runner in the world. അല്ലെ, ഈ ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ഓട്ടക്കാരനായി മാറണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. പക്ഷേ അതിന് രണ്ട് പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ആ രണ്ട് പ്രശ്നങ്ങൾ? ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഹിസ് പാരന്റ്സ് ഹേറ്റഡ് ഹിസ് റണ്ണിങ്. അവന്റെ പാരന്റ്സ്, അവന്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്തിരുന്നു? ഹേറ്റഡ് ഹിസ് റണ്ണിങ്, അവന്റെ ഈ റണ്ണിങ്ങിനെ വെറുത്തിരുന്നു. ആൻഡ് wanted him to concentrate on his studies. എന്താണ്? അവൻ കൂടുതൽ നന്നായി പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അല്ലെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ടു അച്ചീവ് ഹിസ് ഡ്രീം, അവന്റെ ഈ സ്വപ്നം അച്ചീവ് ചെയ്യണമെങ്കിൽ ഹി ന്യൂ ദാറ്റ് എന്താണ്? ഹി നീഡഡ് ആൻ ഇന്റൻസീവ് ട്രെയിൻ. അല്ലെ, അവൻ എന്ത് ആവശ്യമുണ്ടെന്ന്? ഇന്റൻസീവ് ആയിട്ടുള്ള, അല്ലെ, തീവ്രമായ ട്രെയിനിങ് ആവശ്യമുണ്ട്, പരിശീലനം ആവശ്യമുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. ആ പരിശീലനത്തിന് വേണ്ടത് എമൗണ്ട് എന്ന് വെച്ചാൽ എങ്ങനെയായിരുന്നു? വിച്ച് വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച്. അല്ലെ, അവന്റെ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായി. ഓക്കെ, ഇതാണ് ആദ്യത്തെ രണ്ട് പാരഗ്രാഫുകൾ. എല്ലാവർക്കും ഓക്കെ ആണല്ലോ? അടുത്തതിലേക്ക് പോകാം. നോക്കേ, when Tarun failed in his terminal examinations, his father was very angry with him. His friends too made fun of him. It was a day he wanted to wipe out from his memory, and so he took to running. He ran all around the park. The sun beat down to check his race, but nothing could stop that. After about an hour, he was fully exhausted, and his fury having subsided,
he threw himself on a bench and started panting heavily. When Tarun failed in his terminal examination, Tarun എന്ത് ചെയ്തു? Terminal examination പരാജയം. His father was very angry with him. അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ his father was very angry with him. അല്ലെ, അവന്റെ അച്ഛൻ അവനോട് നന്നായി എന്ത് ചെയ്തു? ദേഷ്യം. His friends too made fun of him. അല്ലെ, അവന്റെ സുഹൃത്തുക്കളും എന്ത് ചെയ്തു? They too made fun of him. അല്ലെ, അവനെ കളിയാക്കുകയും ചെയ്തു. It was a day he wanted to wipe out from his memory. It was a day. അത് എങ്ങനെയുള്ള ഒരു ദിവസമായിരുന്നു? He wanted to wipe out. അവന് വൈപ്പ് ഔട്ട് ചെയ്യേണ്ടിയിരുന്നു. എന്താ വൈപ്പ് ഔട്ട് ചെയ്യുക? മായ്ച്ചു കളയുക. ഫ്രം ഹിസ് മെമ്മറി. എവിടെ നിന്ന് മായ്ച്ചു കളയുക? ഓർമ്മകളിൽ നിന്ന് മായ്ച്ചു കളയുക. അല്ലെ, അപ്പൊ അതൊരു മോശം ദിവസമായിരുന്നു. ആ ദിവസത്തെ അവൻ അവന്റെ ഓർമ്മകളിൽ നിന്ന് മായ്ച്ചു കളയുന്നതായിരുന്നു. അല്ലെ, സോ ഹി ടുക്ക് ടു. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? അപ്പൊ എപ്പോ വിഷമം വന്നു കഴിഞ്ഞാലും അവൻ എന്താണ് ചെയ്യുന്നത്? ഓടുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഓടാൻ. He ran all around the park. അവനൊരു പാർക്കിന് ചുറ്റും കിടന്നിങ്ങനെ ഓടാൻ തുടങ്ങി. The sun beat down to check his rage. അല്ലെ, അവന്റെ ഈ റേജ്, അവന്റെ ഈ കോപം, അല്ലെ, ഇതൊന്ന് അളക്കാൻ വേണ്ടിയിട്ട് സൂര്യന് ശ്രമിച്ചു. എന്ന് വെച്ചാൽ സൂര്യൻ നല്ല ശക്തിയായി ജ്വലിച്ചു. അപ്പോ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ താഴെ കിടന്നാണ് തരുൺ എന്ത് ചെയ്തത്? ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് നല്ല ചൂടത്താണ് അവൻ ഓടുന്നതെന്ന് അർത്ഥം. ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുൺ. പക്ഷെ ആർക്കും എന്ത് ചെയ്യാൻ സാധിച്ചില്ല, ഒന്നിനും എന്ത് ചെയ്യാൻ സാധിച്ചില്ല തരുണിനെ സ്റ്റോപ്പ് ചെയ്യാൻ. അല്ലെ, തരുണിന്റെ ഓട്ടം നിർത്താൻ സാധിച്ചു. അവൻ ഓടിക്കൊണ്ടേ. ആഫ്റ്റർ അബൌട്ട് ആൻ അവർ, ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ ഹി വാസ് ഫുള്ളി എക്സോസ്റ്റഡ്. ഹി വാസ് ഫുള്ളി, അവൻ പൂർണ്ണമായും എക്സോസ്റ്റഡ് ആയി. എന്താണ്? ക്ഷീണിച്ചു അല്ലെങ്കിൽ തളർന്നു. And his fury having subsided, അവന്റെ ഫ്യൂരി, അവന്റെ ദേഷ്യം എന്ത് ചെയ്തു? സബ്സൈഡ് ആയി. അല്ലെ, എന്താണ്? മങ്ങിപ്പോയി. അതായത് മാറി. അവന്റെ ദേഷ്യമൊക്കെ മാറി. അവൻ പൂർണ്ണമായും എന്ത് ചെയ്തു? അവന്റെ ദേഷ്യവും സങ്കടവും എല്ലാം മാറി. അവൻ പൂർണ്ണമായും തളർന്നു. And he threw himself on a bench. അവൻ സ്വയം ഒരു ബെഞ്ചിലേക്ക് എടുത്ത് എറിഞ്ഞു. എന്ന് വെച്ചാൽ അവൻ ചെന്ന് ഒരു ബെഞ്ചിലേക്ക് ഇരുന്നു എന്ന് തന്നെയാണ് അർത്ഥം. And started panting heavily. ആ ബെഞ്ചിൽ ചെന്നിരുന്നിട്ട് he was panting heavily. അല്ലെ, അവൻ പാൻറ് ചെയ്യായിരുന്നു. പാൻറിങ് മീൻസ് നമ്മൾ ഈ കിതയ്ക്കുക എന്ന് പറയുന്നത്. അതിനെയാണ് പാൻറിങ്. ഹെവി ബ്രെത്ത് എടുക്കുന്നത്. അല്ലെ, അപ്പോഴെന്താണ്? അവന്റെ ഫ്യൂരി എല്ലാം, അവന്റെ ദേഷ്യവും സങ്കടവും എല്ലാം മാറി അവരൊരു ബെഞ്ചിൽ ചെന്നിരുന്ന് കിതയ്ക്കാൻ തുടങ്ങി. Suddenly, he heard a voice at his elbow. What is it, son? Tarun turned to his left and there sat a man about 60. I failed in 2 subjects, he replied in a depressed tone. The man smiled sympathetically and said, life is full of ups and downs, my boy. By the way, I am Ram Narayan and you are one of the best runners I have ever seen. Ram Narayan? Ram Narayan? Are you the same Ram Narayan who won an Olympic medal in the 400-meter race in the 1960s? Tarun could not hide his excitement. Yes, that time the play, Tarun was dazzled. Son, I have been watching for you for the past 45 minutes, continued Ram Narayan, and I see a good future in you. Okay. അപ്പൊ ഇവൻ ഇങ്ങനെ എന്ത് ചെയ്യാണ്? ദേഷ്യമൊക്കെ മാറി, സങ്കടമൊക്കെ മാറി ഒരു ബെഞ്ചിൽ ഇങ്ങനെ കിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കിതച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഡൻലി, പെട്ടെന്ന്, ഹി ഹാഡ് എ വോയിസ് അറ്റ് ഹിസ് എൽബോ. അവന്റെ എൽബോയുടെ സൈഡിൽ നിന്ന്, അവന്റെ മുട്ടിന്റെ അവിടെ നിന്ന് ഹി ഹാഡ് എ വോയിസ്. അവൻ എന്ത് കേട്ടു? ഒരു ശബ്ദം കേട്ടു. വാട്ട് ഈസ് ഇറ്റ് സൺ? എന്താണ് വാട്ട് ഈസ് ഇറ്റ് സൺ? അല്ലെ, എന്ത് പറ്റി എന്നാണ് ചോദിച്ചത്. തരുൺ turned to his left and there sat a man of about 60. അല്ലെ, തരുൺ turned to his left. തരുൺ എന്ത് ചെയ്തു? അവന്റെ ലെഫ്റ്റ് പാർട്ടിലേക്ക്, അതായത് അവന്റെ ഇടത് ഭാഗത്തേക്ക് തിരി. And there sat a man of about 60. അല്ലെ, 60 വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിനോട് അവൻ പറഞ്ഞു, I failed in 2 subjects. ഞാൻ എന്ത് ചെയ്തു? മീഡിയോക്കറിന്റെ മീനിങ് ചോദിച്ചിട്ടുണ്ട്. മീഡിയോക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് എന്നാണ്, ഒരു സാധാരണ വിദ്യാർത്ഥി എന്നാണ് കേട്ടോ. എവിടെ
ഐ ഫെയിൽഡ് ഇൻ 2 സബ്ജക്ട്സ്. അല്ലെ, ഞാൻ എന്ത് ചെയ്തു? 2 സബ്ജക്ട്സിൽ 2 സബ്ജക്റ്റിൽ പരാജയപ്പെട്ടു. അല്ലെ, 2 വിഷയങ്ങൾക്ക് ഞാൻ പരാജയപ്പെട്ടു. ഹി റിപ്ലൈഡ് ഇൻ എ ഡിപ്രസ്ഡ് ടോൺ. എങ്ങനെയാണ് അവൻ പറഞ്ഞത്? ഡിപ്രസ്ഡ്, വളരെ നിരാശ കലർന്ന സ്വരത്തിൽ അവൻ പറഞ്ഞു, ഐ ഫെയിൽഡ് ഇൻ 2 സബ്ജക്ട്സ്. ഞാൻ 2 വിഷയങ്ങൾക്ക് പരാജയപ്പെട്ടു. ഇനി ദ മാൻ സ്മൈൽഡ് സിംപതറ്റിക്കലി ആൻസർഡ്. അല്ലെ, ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഹി സ്മൈൽഡ്, അയാൾ പുഞ്ചിരിച്ചു. സിംപതറ്റിക്കലി, ഇങ്ങനെയാണ് ചിരിച്ചത്, വളരെ സിമ്പതിയോടുകൂടി, അനുകമ്പയോടുകൂടി ഇവനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് മൈ ബോയ്. അല്ലെ, ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. അല്ലെ, ജീവിതം നിറയെ ഉയർച്ച താഴ്ചകൾ ഉള്ളതാണ്. ജീവിതം തീർത്തും ഉയർച്ചയും താഴ്ചയും നിറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അല്ലെ, എന്നിട്ട് ബൈ ദ വേ ഐ ആം രാംനാരായൺ. എന്തായാലും ഐ ആം രാംനാരായൺ, എന്റെ പേര് രാംനാരായൺ എന്നാണ്. ആൻഡ് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ്. അല്ലെ, ഐ ഹാവ് എവർ സീൻ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ്. അല്ലെ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ്. അല്ലെ, ഏറ്റവും നല്ലൊരു ഓട്ടക്കാരനാണ് നീ എന്ന് പറഞ്ഞു. അപ്പോ രാംനാരായൺ, തരുൺ ഇങ്ങനെ ഒരു ചോദ്യഭാഗത്തിൽ ചോദിക്കാം, രാംനാരായണാണോ? രാംനാരായൺ are you the same Ramnarayan who won an Olympic medal in the 400 meter race in the 1960s? അല്ലെ, തരുൺ could not hide his excitement. Are you the same Ramnarayan? നിങ്ങൾ അതേ രാംനാരായൺ തന്നെയാണോ? Who won an Olympic medal in the 400 meter race? അല്ലെ, in 1960s. In 1960s 100 മീറ്റർ ഓട്ടത്തില് ഒളിമ്പിക് മെഡൽ നേടിയ അതേ രാംനാരായൺ തന്നെയാണോ നിങ്ങൾ എന്ന് തരുൺ ചോദിച്ചു. അല്ലെ, he could not hide his excitement. അവന്റെ എക്സൈറ്റ്മെന്റ്, ആകാംക്ഷ ഹൈഡ് ചെയ്യുക, ഒളിപ്പിക്കുക. അല്ലെ, അവന്റെ ആകാംക്ഷ ഒളിപ്പിക്കാൻ സാധിച്ചില്ല. അല്ലെ, അപ്പൊ പറഞ്ഞു, നിങ്ങൾ തന്നെ, അല്ലെ, ചോദിക്കുകയാണ്, നിങ്ങൾ ആ സെയിം രാംനാരായൺ ആണോ 1960കളിൽ 1960s അല്ലെ, എന്താണ് 1960s ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടിയ അതേ രാംനാരായൺ തന്നെയാണോ നിങ്ങൾ എന്ന് ചോദിച്ചു. യെസ്, പാറ്റ് കം ദ റിപ്ലൈ. അപ്പൊ തന്നെ മറുപടി വന്നു, അതെ എന്ന് മറുപടി വന്നു. അല്ലെ, ഞാൻ എന്താണ് ആ രാംനാരായൺ തന്നെയാണ്. അതായത് ഞാനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 1960s ഒളിമ്പിക്സില് 400 മീറ്റർ റേസില് ഗോൾഡ് മെഡൽ നേടിയത് ഞാൻ തന്നെയാണ് എന്ന് അദ്ദേഹം. തരുൺ വാസ് ഡാസിൽഡ്. തരുൺ എന്ത് ചെയ്തു? ഹി വാസ് ഡാസിൽഡ്. ഡാസിൽഡ് എന്ന് വെച്ചാൽ എന്താണ്? അമ്പരന്ന് പോവുക. അല്ലെ, തരുൺ ആകെ അമ്പരന്ന്. എന്നിട്ട് അദ്ദേഹം പറയാണ്, സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 minutes. ഐ ഹാവ് ബീൻ വാച്ചിങ് യു, ഞാൻ നിന്നെ നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഫോർ ദ പാസ്റ്റ് 45 minutes. അല്ലെ, കഴിഞ്ഞ 45 മിനിറ്റുകളായി. ഇപ്പൊ കഴിഞ്ഞ 3/4 മണിക്കൂറോളമായി ഞാൻ നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇവിടേക്ക് കിടന്ന് ഓടുകയാണല്ലോ. അപ്പൊ ഞാൻ നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. അല്ലെ, ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്യാണ്? ഐ സീ, ഞാൻ കാണുന്നു, എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു, നിന്നിൽ ഞാനൊരു നല്ല ഭാവി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോഴെന്തൊക്കെയാണ്? തരുൺ എന്ത് ചെയ്തു? 2 സബ്ജക്ട്സിന് പരാജയപ്പെട്ടു. അങ്ങനെ തരുണിന്റെ ഫാദർ എന്ത് ചെയ്തു? തരുണിനെ വഴക്ക് പറഞ്ഞു. എന്നിട്ടോ ഹിസ് ഫാദർ സ്കോൾഡഡ് ഹിം. അപ്പൊ എന്ത് ചെയ്തു? ആസ് യൂഷ്വൽ അവൻ എന്താണ് ചെയ്യുന്നത്? whenever he became sad he run. അല്ലെ, എന്ത് ചെയ്യും? അവൻ എപ്പോഴൊക്കെയാണോ അവന് സങ്കടം വരുന്നത് അപ്പോഴൊക്കെ അവൻ എന്ത് ചെയ്യും? ഓടും. അല്ലെ, അങ്ങനെ എന്ത് ചെയ്യാണ്? തരുൺ ഇങ്ങനെ പാർക്കിൽ കിടന്ന് കുറെ നേരമായിട്ട് ഓടുകയാണ്. ഓടി തളർന്ന്, അല്ലെ, അവന്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ മാറിയപ്പോ അവനൊരു ബെഞ്ചിൽ ചെന്നു. അങ്ങനെ ഇരുന്നപ്പോ തൊട്ടടുത്തിരുന്നുകൊണ്ട് ഒരു പേഴ്സൺ അവനോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഇറ്റ് സൺ? അല്ലെ, എന്ത് പറ്റി മോനെ എന്ന് ചോദിക്കാം. അപ്പൊ അവൻ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് പറയുകയാണ്, എന്താണ്? ഐ ഫെയിൽഡ് ഇൻ 2 സബ്ജക്ട്സ്. അല്ലെ, ഞാൻ എന്ത് ചെയ്തു? 2 വിഷയങ്ങൾക്ക് പരാജയപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിന്റെ തന്നെ ഒരു ഇതാണ്, ലൈഫ് ഈസ് ഫുൾ ഓഫ്
അപ്സ് ആൻഡ് ഡൗൺസ് അല്ലെ. ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ് അല്ലെ. ഒരിക്കലും നമ്മുടെ ഗ്രാഫ് എന്ത് ചെയ്യില്ല, ഒരുപോലെ പോകില്ല. എപ്പോഴും ഒരു ഉയർച്ച ഉണ്ടാകും, പിന്നെ ഒരു താഴ്ച ഉണ്ടാകും, വീണ്ടും ഉയരും. അങ്ങനെയൊക്കെ തന്നെയാണ് എപ്പോഴും എന്ത് പോകുന്നത്, ജീവിതം പോകുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്താണ്, എന്റെ പേര് രാംനാരായണൻ എന്നാണ് അല്ലെ, ഞാൻ കണ്ടിട്ടുള്ള മികച്ച ഓട്ടക്കാരിൽ വെച്ച് ഒരാൾ നീയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ രാംനാരായണൻ ആരായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഹി വാസ് ആൻ ഒളിമ്പിക് മെഡൽ വിന്നർ അല്ലെ. ഒരു എന്താണ് 400 മീറ്റർ റേസില് 1960s ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള ആളാണ് ആരെന്ന് വെച്ചാല് രാംനാരായണൻ. അപ്പൊ അതേ രാംനാരായണൻ തന്നെയാണ് ഇതെന്ന് അറിഞ്ഞപ്പോൾ തരുൺ എന്ത് ചെയ്തു, എക്സൈറ്റഡ് ആയി. ആ രാംനാരായണൻ ഇവനോട് പറയാണ്, ഐ സി എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു അല്ലെ. എന്താണ്, ഞാൻ എന്ത് നിന്നിൽ ഒരു നല്ല ഭാവി കാണുന്നു അല്ലെ. ബാക്കി നോക്കാം. തരുൺ could not help but blush. തരുൺ could not help blushing എന്നെടുത്താൽ മതിയത്. അതായത് തരുണിന് എന്ത് വന്നു, നാണം അല്ലെ. തരുണിന്റെ കവിളൊക്കെ തുടുത്തു എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ തരുൺ ഇത് കേട്ട് പെട്ടെന്ന് എന്താണ്, ഒരു നാണമോനോ. ഇനി അദ്ദേഹം പറയാണ്, ബാക്കി നോക്കൂ. All you need to do is keep that passion burning in you and never give up. Have you joined some training school? The man inquired. Tarun's smile faded. Blush means നാണിക്കുക. Tarun's smile faded and he seemed distraught. A training school is very expensive, sir, and I am unemployed, said Tarun, feeling happy that he could joke even in these circumstances. ഇനി അദ്ദേഹം പറയാണ്, ഓൾ യു നീഡ് ടു ഡു, നീ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്, കീപ് ദാറ്റ് പാഷൻ ബേണിംഗ് ഇൻ യു. ഈ പാഷൻ അല്ലെ, നിന്റെ ഈ ആഗ്രഹം അല്ലെ, ഇതെന്ത് ചെയ്യുക, ബേൺ ഇൻ യു, നിന്നിൽ ജ്വലിച്ചു കൊണ്ടിരിക്കണം അല്ലെ. ആൻഡ് നെവർ ഗിവ് അപ്പ് അല്ലെ. അപ്പോ ഏറ്റവും നല്ല ഓട്ടക്കാരനാകണമെന്നുള്ള നിന്റെ ആഗ്രഹം എപ്പോഴും നിന്നിൽ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുക, ബേൺ ചെയ്യിച്ചുകൊണ്ടേയിരിക്കുക, ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കുക അല്ലെ. നെവർ ഗിവ് അപ്പ്, ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിന്റെ ആഗ്രഹം ഗിവപ്പ് ചെയ്യുക. എന്താണ്, ഫ്രൈസൽ വെർബാണ്, നോട്ട് ചെയ്ത് വെച്ചോളാം. ഗിവപ്പ് ഉപേക്ഷിക്കുക അല്ലെ, ടു ലീവ് അല്ലെ. അപ്പൊ എന്താണ്, ഒരു കാരണവശാലും നിന്റെ ആഗ്രഹം എന്ത് ചെയ്യാൻ പാടില്ല, നീ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. Have you joined some training school? എന്നിട്ട് ചോദിക്കാണ്, have you joined some training school? നീ ഏതെങ്കിലും ഒരു ട്രെയിനിങ് സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. The man enquired. ആ മനുഷ്യൻ എൻക്വയർ ചെയ്തു. ഡാസിൽഡ് എന്ന് വെച്ചാൽ എന്താണ്, സർപ്രൈസ്ഡ്, അമ്പരന്നു എന്ന്. തരുൺ സ്മൈൽ ഫേഡഡ്. തരുണിന്റെ സ്മൈൽ അല്ലെ, പുഞ്ചിരി എന്ത് ചെയ്തു, ഫേഡ് ചെയ്തു. ഫേഡ് ചെയ്യുക, മങ്ങിപ്പോവുക അല്ലെ. തരുണിന്റെ പുഞ്ചിരിയൊക്കെ മങ്ങി. അതുവരെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്ന തരുണിന്റെ പുഞ്ചിരി പെട്ടെന്ന് എന്ത് ചെയ്തു, ഫേഡായി അല്ലെ, മങ്ങിപ്പോയി. എന്നിട്ടോ ഹി സീംഡ്, അവൻ കാണപ്പെട്ടു എങ്ങനെ, ഡിസ്ട്രോട്ട് ആയിട്ട്. ഡിസ്ട്രോട്ട് മീൻസ് ഡിപ്രസ്ഡ്, നിരാശ അല്ലെ. ഡിപ്രസ്ഡ് ആയിട്ട് കാണപ്പെട്ടു, നിരാശനായി കാണപ്പെട്ടു. അപ്പോ നീ ഏതെങ്കിലും ഒരു ട്രെയിനിങ് സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവന്റെ പുഞ്ചിരിയൊക്കെ മങ്ങുകയും അവൻ നിരാശനാവുകയും ചെയ്തു. എന്നിട്ട് തരുൺ പറയുകയാണ്, എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ് സാർ. ഒരു ട്രെയിനിങ് സ്കൂൾ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. വളരെ എക്സ്പെൻസീവ് എന്താ, ചിലവേറിയത് അല്ലെ. അപ്പൊ ഒരു ട്രെയിനിങ് സ്കൂൾ എന്ന് പറയുന്നത് വളരെ ചിലവേറിയ ഒന്നാണ്. ആൻഡ് ഐ ആം അൺഎംപ്ലോയിഡ്, ഞാൻ ആരാണ്, അൺഎംപ്ലോയിഡ് ആണ്, ഞാനൊരു ജോലി ഇല്ലാത്ത ആളാണ് അല്ലെ. ഞാനൊരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ എന്റെ കയ്യിൽ ജോലിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പൈസയൊന്നുമില്ല. അപ്പൊ ഒരു ട്രെയിനിങ് സ്കൂൾ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്, വളരെ ചിലവേറിയതാണെന്ന് പറഞ്ഞു. ഫീലിംഗ് ഹാപ്പി, ഹി ഫീൽസ് ഹാപ്പി ദാറ്റ് ഹി കുഡ് ജോക്ക് ഈവൻ ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ് അല്ലെ. അവൻ എന്ത് തോന്നി, ഹി ഫെൽറ്റ് ഹാപ്പി, അവന് സന്തോഷം തോന്നി. എന്തുകൊണ്ടാണ് അവന് സന്തോഷം തോന്നിയത്, ദാറ്റ് ഹി കുഡ് ജോക്ക്, അവന് ജോക്ക് ചെയ്യാൻ, തമാശ പറയാൻ കഴിയുന്നുണ്ട്. എപ്പോ, ഈവൻ ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ്, ഈ സർക്കംസ്റ്റാൻസസിൽ പോലും. എന്താ സർക്കംസ്റ്റാൻസസ്, സിറ്റുവേഷൻ, സാഹചര്യം അല്ലെ. ഈ സർക്കംസ്റ്റാൻസസിൽ പോലും, ഈ സാഹചര്യത്തിൽ പോലും അവന് തമാശ പറയാൻ കഴിയുന്നല്ലോ എന്നോർത്ത് അവന് സന്തോഷം. എന്താണ് അവൻ പറഞ്ഞ തമാശ, ഹീസ് അൺഎംപ്ലോയിഡ് എന്ന് പറഞ്ഞതാണ്. കാര്യം അവനൊരു കൊച്ചു കുട്ടിയാണ്
അപ്പൊ ഒരു കൊച്ചുകുട്ടി എന്താണ് ട്രെയിനിങ് സ്കൂളിൽ ചേരാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് ജോലിയൊന്നും ഇല്ല എന്ന് പറയുന്നത് ഒരു തമാശയായിട്ടാണ് കാണിക്കുന്നത്, അല്ലെ? അപ്പൊ ഒരു മുതിർന്ന ആളാണ് അൺഎംപ്ലോയിഡ് എന്ന് പറയുന്നതെങ്കിൽ അതൊരിക്കലും ഒരു തമാശയല്ല. പക്ഷെ അവരുടെ കൊച്ചുകുട്ടി ആയതുകൊണ്ടാണ് അതിനൊരു തമാശയാക്കി കാണിച്ചിരിക്കുന്നത്, അല്ലെ? ആ സർക്കംസ്റ്റാൻസസിലും ആ സാഹചര്യത്തിലും അങ്ങനെ ഒരു തമാശ പറയാൻ അവന് സാധിച്ചല്ലോ എന്നോർത്ത് അവൻ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. എന്നിട്ട് ബട്ട് രാംനാരായൺ seemed pretty serious. I will train you if you want, but I put forward a condition. What is your condition? Tarun's voice showed curiosity and anxiety. There is a race in Children's Day at the Nehru Stadium. Children of your age are competing there. If you participate and win that race, I promise I will start training you, said Ramnarayan. That is no big deal. I can do it, can't I? Thought Tarun. I will, sir. He had himself saying with a complete conviction. Fine boy, it is my job to get you entry in the race, and remember, yours to win it. Tell me, what is your name? Asked Ramnarayan. Tarun Kapoor, sir. അപ്പോ എന്താണ്, ഞാൻ ട്രെയിനിങ് സ്കൂളിലൊന്നും ചേർന്നിട്ടില്ല. സർക്കംസ്റ്റാൻസസ് മീൻസ് സാഹചര്യം, സിറ്റുവേഷൻ എന്നാണ് സർക്കംസ്റ്റാൻസിന്റെ മീൻ. അപ്പോ എന്താണ്, ഞാനൊരു ട്രെയിനിങ് സ്കൂളിലൊന്നും ചേർന്നിട്ടില്ല. എന്താണ് കാരണം? എനിക്ക് ഞാൻ അൺഎംപ്ലോയിഡ് ആണ്, അല്ലെ എന്ന് തരുൺ പറയുകയാണ്. എന്നിട്ട് അവൻ ആലോചിക്കുകയാണ്, ഈ സർക്കംസ്റ്റാൻസിലും ഈ സാഹചര്യത്തിലും എനിക്ക് തമാശ പറയാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് അവന്റെ സന്തോഷമാണ് തോന്നുന്നത്. പക്ഷെ ഇവൻ അത് തമാശക്കാണ് പറഞ്ഞെങ്കിലും രാംനാരായൺ വാസ് പ്രെറ്റി സീരിയസ്. രാംനാരായൺ നല്ല സീരിയസ് ആയിരുന്നു, അല്ലെ, ഗൗരവത്തിലാണ് ഇത് കേട്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട്. ആ സെന്റൻസ് ഒന്ന് വരച്ചിട്ടേക്കണേ, ആൻസൈറ്റി പറഞ്ഞു വരുമ്പോ അത് പറയാം കേട്ടോ. ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട്. ഇഫ് യു വാണ്ട് ഐ വിൽ ട്രെയിൻ യു. നിനക്ക് വേണമെങ്കിൽ ഐ വിൽ ട്രെയിൻ യു, ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം എന്ന് പറഞ്ഞു, അല്ലെ? നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം. പക്ഷേ ഐ പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ. ഐ പുട്ട് ഫോർവേഡ് മീൻസ് എന്താണ്? മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. പുട്ട് ഫോർവേഡ് മുന്നോട്ട് വെക്കുക. പ്രറ്റിയുടെ മീനിങ് നല്ലത് എന്നൊക്കെ പറയില്ലേ? പ്രറ്റി സീരിയസ്, നല്ല സീരിയസ് ആയിട്ടാണ് സംസാരിച്ചത്. ഇപ്പൊ നമ്മൾ പറയില്ലേ, യു ലുക്ക് പ്രറ്റി, നിന്നെ കാണാൻ നല്ലതാണ് എന്നൊക്കെ പറയില്ല. അതാണ് പ്രറ്റി എന്ന് വെച്ചാൽ നല്ല സീരിയസ് ആയിട്ടാണ് രാംനാരായണൻ അത് എടുത്തതെന്ന് അർത്ഥം, അല്ലെ? ഇനി അപ്പൊ പറഞ്ഞു, ഇഫ് യു വോണ്ട് ഐ വിൽ ട്രെയിൻ യു. അതൊന്ന് വരച്ചിട്ടേക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണേ. ആ സെന്റൻസ് ഏതാണ്? ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട് എന്നുള്ളത്. കാര്യം അത് നമുക്ക് കുറച്ച് ഗ്രാമർ പോർഷൻസിൽ പിന്നീട് നോക്കാനുള്ളതാണ്. സോ അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ബട്ട് ഐ പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ. പക്ഷേ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു കണ്ടീഷൻ, അല്ലെ, ഒരു നിബന്ധന മുന്നോട്ട് വെക്കുകയാണ്. പുട്ട് ഫോർവേഡ് എന്ന് വെച്ചാൽ മുന്നോട്ട് വെക്കുക. ഫ്രേസൽ വെർബാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. പുട്ട് ഫോർവേഡ്, ഓക്കെ, മുന്നോട്ട് വെക്കുക, അല്ലെ? വാട്ട് ഈസ് യുവർ കണ്ടീഷൻ? എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ? എന്താണ് നിങ്ങളുടെ നിബന്ധന എന്ന് തരുൺ ചോദിച്ചു. തരുൺസ് വോയിസ്, തരുണിന്റെ വോയിസ്, ശബ്ദം, ഷോഡ് എന്ത് കാണിച്ചു? ക്യൂരിയോസിറ്റി ആൻഡ് ആൻസൈറ്റി. ക്യൂരിയോസിറ്റിയും ആൻസൈറ്റിയും കാണിച്ചു. ശരിക്കും പറഞ്ഞാൽ രണ്ടിനും ഒരേ മീനിങ് തന്നെയാണ്. ക്യൂരിയോസിറ്റി എന്ന് വെച്ചാൽ ആകാംക്ഷ, ആൻസൈറ്റി എന്ന് വെച്ചാൽ ഉത്കണ്ഠ. രണ്ടും ഒന്ന് തന്നെയാണ്, അല്ലെ? എന്താണ് ആകാംക്ഷ എന്നുള്ളത് തന്നെയാണ് ആൻസൈറ്റിയുടെയും മീനിങ്. അതിയായ ആകാംക്ഷ ആവുമ്പോ എന്താണ് നമ്മൾ അതിനെ ആൻസൈറ്റി എന്ന് പറയും. ഓക്കെ, അപ്പോഴെന്താണ് തരുണിന്റെ ശബ്ദത്തിൽ വളരെ ആകാംക്ഷ നിറഞ്ഞിരുന്നു. എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ? അപ്പൊ പറഞ്ഞു, ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം എന്ന് രാംനാരായൺ പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ തരുണിന് എന്താണ് വളരെ ആൻസൈറ്റി ഉണ്ടായി, അല്ലെ? വളരെ ആൻസൈറ്റി ഉണ്ടായി. എന്നിട്ട് ചോദിക്കണം, എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ എന്ന് വളരെ ക്യൂരിയസ് ആയിട്ട് ഇവൻ ചോദിക്കുകയാണ്. There is a race on Children's Day at Nehru Stadium. At Nehru Stadium, നെഹ്റു സ്റ്റേഡിയത്തിൽ there is a race on Children's Day. ചിൽഡ്രൻസ് ഡേയിൽ എന്നാ ചിൽഡ്രൻസ് ഡേ അറിയാലോ? November 14th, അല്ലെ? November 14th. November 14th പ്രത്യേകത ആരുടെ ബർത്ത്ഡേ ആണ്? ജവഹർലാൽ നെഹ്റുവിന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ടാണ് അന്ന് എന്ത് ചിൽഡ്രൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ there is a race.
ഓൺ ചിൽഡ്രൻസ് ഡേ അറ്റ് നെഹ്റു സ്റ്റേഡിയം. നെഹ്റു സ്റ്റേഡിയത്തില് ചിൽഡ്രൻസ് ഡേയില് ഒരു റേസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, ഒരു ഓട്ട മത്സരം നടക്കും. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ്, ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് അല്ലെ, നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ആർ കമ്പീറ്റിംഗ് ദയർ, അവിടെ കമ്പീറ്റ് ചെയ്യുന്നുണ്ട്. കമ്പീറ്റ് ചെയ്യുക എന്താണ്? മത്സരിക്കുക അല്ലെ, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ നിന്റെ പ്രായത്തിലുള്ള കുട്ടികള് അവിടെ ആ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അല്ലെ, മത്സരിക്കുന്നുണ്ട്. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദ പ്രൈസ്, ഇഫ് യു പാർട്ടിസിപ്പേറ്റ്, നീ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പങ്കെടുത്ത് വിൻ ദ പ്രൈസ്, ആ റേസ്, ആ ഓട്ട മത്സരം വിജയിക്കുകയാണെങ്കിൽ ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു, ഞാൻ നിനക്ക് എന്ത് നൽകും? ട്രെയിനിങ് നൽകും, പരിശീലനം നൽകും എന്ന് പറഞ്ഞു സർ രാംനാരായൺ. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദ പ്രൈസ് ഐ പ്രോമിസ് ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു. ഓക്കെ, അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? നീ ആ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുകയാണെങ്കിൽ ഐ വിൽ ട്രെയിൻ യു. അപ്പൊ ഇതായിരുന്നു രാംനാരായണന്റെ കണ്ടീഷൻ. എന്തായിരുന്നു രാംനാരായണന്റെ കണ്ടീഷൻ? നെഹ്റു സ്റ്റേഡിയത്തില് എന്നാണ് ചിൽഡ്രൻസ് ഡേയുടെ അന്ന്, അതായത് നവംബർ 14 എന്ത് നടക്കുന്നുണ്ട്? ഒരു റേസ് നടക്കുന്നുണ്ട്. ആ റേസിൽ നീ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അല്ലെ പങ്കെടുത്ത് വിജയിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യിക്കാമെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ, അതൊരു വലിയ കാര്യം അല്ല. ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ കഴിയും. ക്യാൻ ഐ അല്ലെ, കഴിയില്ലേ? തരം ചിന്തിക്കാണോ അല്ലെ? ദാറ്റ് ഈസ് നോട്ട് എ ബിഗ് ഡീൽ, അതൊരിക്കലും എന്തല്ല, ഒരു വലിയ കാര്യമല്ല അല്ലെ. ഒരു മത്സരത്തിൽ പങ്കെടുത്ത് ജയിക്കുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നും അല്ല. തരം അറിയാമോ? ഐ വിൽ സാർ അല്ലെ, അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു ഐ വിൽ സാർ അല്ലെ, ഞാൻ ഉറപ്പായും മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കും എന്ന് പറഞ്ഞു. എന്നിട്ടോ he heard himself saying with complete conviction. എങ്ങനെയായിരുന്നു അത് പറഞ്ഞത്? വിത്ത് കംപ്ലീറ്റ്, പൂർണ്ണമായ കൺവിക്ഷൻ. കൺവിക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഉറച്ച വിശ്വാസം എന്നൊക്കെ പറയില്ലേ, ദൃഢനിശ്ചയം, ഡിറ്റർമിനേഷൻ, അതാണ് കൺവിക്ഷൻ അല്ലെ. എന്താണ്? ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് അവൻ എന്ത് ചെയ്തത്? ആ കാര്യം പറഞ്ഞത്. ഐ വിൽ വിൻ സാർ അല്ലെ, ഞാൻ ഉറപ്പായും ജയിക്കും എന്ന് തരുൺ പറഞ്ഞത് വളരെ ഉറച്ച വിശ്വാസത്തോടു കൂടി ആയിരുന്നു. ഇനി ഫൈൻ ബോയ്, അപ്പൊ ശരി, ഇറ്റ് ഈസ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ്. അദ്ദേഹം പറയാം ഇറ്റ് ഈസ് മൈ ജോബ്, ഇത് എന്റെ ജോലിയാണ്. ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ് അല്ലെ, ആ റേസിലേക്ക് നിന്നെ എൻട്രി ചെയ്യിക്കുക, നിന്നെ പങ്കെടുപ്പിക്കുക എന്നുള്ളത്, നിനക്ക് എൻട്രി നൽകുക എന്നുള്ളത് എന്റെ ജോലിയാണ്. ആൻഡ് യുവേഴ്സ് ടു വിൻ ഇറ്റ്, നിന്റെ ജോലി എന്താണ്? അതിൽ ജയിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്റെ ജോലി നിന്നെ അതിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതും നിന്റെ ജോലി അതിൽ ജയിക്കുക എന്നുള്ളതുമാണെന്ന് രാംനാരായൺ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു ടെൽ മീ വാട്ട് ഈസ് യുവർ നൈം, ടെൽ മീ അല്ലെ, പറയൂ, എന്നോട് പറയൂ. വാട്ട് ഈസ് യുവർ നൈം, എന്താണ് നിന്റെ പേര്? തരുൺ കപൂർ സർ അല്ലെ. തരുൺ മറുപടി പറയാണ് എന്റെ പേര് തരുൺ എന്നാണ്, ഫുൾ നൈം തരുൺ കപൂർ. തരുൺ, I will meet you here after 5 days to give you your participation card. All the best, said Ramnarayan and left. On the way home, Tarun thought that if his father had not scolded him, he wouldn't have got this opportunity. അപ്പൊ അദ്ദേഹം തരുണോട് പറയാം, തരുൺ, I will meet you here after 5 days അല്ലെ. ആഫ്റ്റർ 5 days, 5 ദിവസങ്ങൾ കഴിഞ്ഞ് ഐ വിൽ മീറ്റ് യു ഹിയർ, ഞാൻ നിന്നെ ഇവിടെ വെച്ച് വീണ്ടും കാണും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗീവ് യു യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ് അല്ലെ, നിനക്ക് പാർട്ടിസിപ്പേഷൻ കാർഡ് നൽകാൻ വേണ്ടിയിട്ട്, ആ റേസിൽ പങ്കെടുക്കാനുള്ള പാർട്ടിസിപ്പേഷൻ കാർഡ് നിനക്ക് നൽകാൻ വേണ്ടിയിട്ട് 5 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ വെച്ച് കാണും. ഓൾ ദ ബെസ്റ്റ് അല്ലെ, നിനക്ക് എല്ലാ നന്മകളും സെറ്റ് രാംനാരായൺ ആൻഡ് ലെഫ്റ്റ്. സ്കോൾഡഡ് മീനിങ് പറയാം അല്ലെ. സെറ്റ് രാംനാരായൺ ആൻഡ് ലെഫ്റ്റ് അല്ലെ. ഇത് പറഞ്ഞുകൊണ്ട് രാംനാരായൺ എന്ത് ചെയ്തു? അവിടെ നിന്നും പോയി അല്ലെ. ഓൺ ദ വേ ഹോം, വീട്ടിലേക്ക് പോകും വഴി, തരുൺ തോട്ട്, തരുൺ ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? ദാറ്റ് if his father had not scolded him, if his father, അവന്റെ അച്ഛൻ, had not scolded him, അവനെ സ്കോൾഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ, സ്കോൾഡ് മീൻസ് വഴക്ക് പറയുക. ഓക്കെ, സ്കോൾഡ് വഴക്ക് പറയും.
അപ്പൊ അവന്റെ അച്ഛൻ അവനെ വഴക്ക് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ he wouldn't have got this opportunity. He wouldn't have got. അവന് കിട്ടില്ലായിരുന്നു. എന്ത് കിട്ടില്ലായിരുന്നു? This opportunity. ഈ അവസരം അവന് കിട്ടില്ലായിരുന്നു. അല്ലെ? അപ്പോഴവൻ വീട്ടിലേക്ക് പോകുന്ന വഴി അവൻ ചിന്തിക്കുകയാണ്, എന്താണ്, ഇപ്പൊ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ അവസരം കിട്ടില്ലായിരുന്നല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവൻ വീട്ടിലേക്ക് പോകുന്നത്. ഓക്കെ, അതുവരെ ഒന്ന് നോക്കി. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം നമ്മൾ തരുണിനെ കുറിച്ച് പറഞ്ഞു. അല്ലെ, തരുൺ ആരായിരുന്നു? തരുൺ എന്ന് പറയുന്നത് ഒരു മീഡിയോക്കർ സ്റ്റുഡന്റ് ആയിരുന്നു, ഒരു സാധാരണ വിദ്യാർത്ഥി ആയിരുന്നു. അക്കാഡമിക്സിലൊക്കെ വളരെ നല്ല പെർഫോമൻസ് ഒന്നും കാണിക്കാൻ കഴിയാത്ത ഒരു സാധാരണ വിദ്യാർത്ഥി മാത്രമായിരുന്നു തരുൺ എന്ന് വെച്ചാൽ. പിന്നെ അതുപോലെ തന്നെ തരുണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? തരുൺ ഒരു നല്ല പാട്ടുകാരൻ, ഒരു നല്ലൊരു സിംഗർ ആയിരുന്നില്ല, നല്ലൊരു ഡാൻസർ ആയിരുന്നില്ല, നല്ലൊരു പെയിന്റർ ആയിരുന്നില്ല, നോട്ട് ഈവൻ ആൻ ആക്ടർ, ഒരു നടനോ ഒന്നും തന്നെയാണ്. എപ്പോഴും തരുൺ സ്വയം കരുതിയത് എന്തായിരുന്നു? ഹി വാസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. അവന്റെ കുടുംബത്തിലെ ഒരു ബ്ലാക്ക് ഷീപ്പ് ആണ് താൻ, അല്ലെ, ഒന്നിനും കൊള്ളാത്തവനാണ് താൻ എന്നാണ് തരുൺ സ്വയം കരുതിയത്. പക്ഷെ തരുണിന് ഒരൊറ്റ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഹി വാസ് എ ഗുഡ് റണ്ണർ. അവനൊരു നല്ല ഓട്ടക്കാരനായിരുന്നു. ആൻഡ് ഹി കുഡ് റൺ ഫോർ അവേഴ്സ്, ബി ഇറ്റ് ഡേ ഓർ നൈറ്റ്. ബി ഇറ്റ് ഡേ ഓർ നൈറ്റ്, രാത്രിയോ പകലോ ആകട്ടെ, ഹി കുഡ് റൺ ഫോർ അവേഴ്സ്. അവൻ എന്ത് ചെയ്യാം? മണിക്കൂറുകളോളം ഓടാനുള്ള സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. തരുണിന്റെ ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തരുണിന്റെ സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഹി വാണ്ടഡ് ടു ബിക്കം ദ ഗ്രേറ്റസ്റ്റ് ഓർ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. അല്ലെ, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഒരു റണ്ണർ, ഒരു ഓട്ടക്കാരനാകണം എന്നായിരുന്നു അവന്റെ ആഗ്രഹം. പക്ഷെ അതിന് രണ്ട് ഒബ്സ്റ്റക്കിൾസ്, എന്താ ഒബ്സ്റ്റക്കിൾ എന്ന് വെച്ചാൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് പാർട്ടിൽ നിന്ന്. ഒബ്സ്റ്റക്കിൾസ്, അല്ലെ, അപ്പൊ രണ്ട് ഒബ്സ്റ്റക്കിൾ ആണ് അതിനുണ്ടായിരുന്നത്, രണ്ട് തടസ്സങ്ങളായിരുന്നു അവന് ഉണ്ടായിരുന്നത്. എന്തായിരുന്നു അവന്റെ തടസ്സങ്ങൾ? ഒന്നാമത്തെ തടസ്സം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹിസ് പാരന്റ്സ് ഹേറ്റഡ് ഹിസ് റണ്ണിങ്. അവന്റെ പാരന്റ്സ്, അവന്റെ മാതാപിതാക്കൾ ഹേറ്റഡ് ഹിസ് റണ്ണിങ്, അവന്റെ ഈ ഓട്ടം ഹേറ്റ് ചെയ്തിരുന്നു, വെറുതെ, അല്ലെ. ആൻഡ് ദേ വാണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ്. അല്ലെ, ദേ വാണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ്. അവന്റെ സ്റ്റഡീസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, അവന്റെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് അവനോട് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒബ്സ്റ്റക്കിൾ, രണ്ടാമത്തെ തടസ്സം എന്തായിരുന്നു? ഹി ബിലോങ്ഡ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി. അവൻ എവിടെയായിരുന്നു? അവനൊരു മിഡിൽ ക്ലാസ് ഫാമിലി മെമ്പറായി, അല്ലെ, ഒരു സാധാരണ കുടുംബത്തിലെ വ്യക്തിയായിരുന്നു, അല്ലെ. ഒരുപാട് റിച്ച് ഒന്നുമല്ല, നോർ പുവർ എന്തുമല്ല, വളരെ പാവപ്പെട്ടതുമല്ല, അല്ലെ. നമ്മുടെയൊക്കെ പോലുള്ള ഒരു ആവറേജ് ഫാമിലിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മിഡിൽ ക്ലാസ് ഫാമിലി. അപ്പോഴേ എന്താ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി മെമ്പർ ആയിരുന്നത് കൊണ്ട് തന്നെ എന്താണ്, ടു അച്ചീവ് ഹിസ് ഡ്രീം, അവന്റെ ഡ്രീം സ്വപ്നം അച്ചീവ് ചെയ്യണമെങ്കിൽ ഹി നീഡഡ് ആൻ ഇന്റൻസീവ് ട്രെയിനിങ്. എന്താവശ്യമായിട്ടുണ്ട്? ഇന്റൻസീവ് ആയിട്ടുള്ള, തീവ്രമായിട്ടുള്ള പരിശീലനം, ട്രെയിനിങ് ആവശ്യമായിട്ടുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച്, അവന്റെ കുടുംബത്തിന് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിലും അപ്പുറമായി. ഇപ്പൊ രണ്ട് തടസ്സങ്ങളാണ് അവന്റെ സ്വപ്നത്തിന് ഉണ്ടായത്. പിന്നെ ഒരു ദിവസം എന്ത് ചെയ്തു? അവൻ ടെർമിനൽ എക്സാമിനേഷന് പരാജയപ്പെട്ടപ്പോൾ അവന്റെ ഫാദർ അവനെ സ്കോൾഡ് ചെയ്യുകയും വഴക്ക് പറയുകയും, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്തു? അവന്റെ ഫ്രണ്ട്സ് ഒക്കെ അവൻ എന്ത് ചെയ്യുകയും ചെയ്തു? കളിയാക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്തപ്പോ സങ്കടവും ദേഷ്യവും എല്ലാം കൂടി അവനുണ്ടായി, അല്ലെ. അപ്പൊ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ദാറ്റ് തിങ്സ് ഫ്രം ഹിസ് മെമ്മറി. ഇതെല്ലാം അവന്റെ മെമ്മറീസിൽ നിന്ന്, ഓർമ്മകളിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യണമെന്ന് അവൻ തീരുമാനിച്ചു, അല്ലെ, മായ്ച്ചു കളയണമെന്ന് അവൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ എപ്പോഴൊക്കെ സങ്കടം വന്നു കഴിഞ്ഞാലും ദേഷ്യം വന്നു കഴിഞ്ഞാലും ഒക്കെ അവൻ എന്താണ് ചെയ്യുന്നത്? ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോഴും അവൻ എന്ത് ചെയ്തു? ഒരു പാർക്കിൽ ചെന്ന് ചുറ്റും കിടന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരുപാട് നേരം, മണിക്കൂറുകളോളം ഓടാൻ. അങ്ങനെ ഓടി ഈ ദേഷ്യവും സങ്കടവും ഒക്കെ മാറി ഒരു ബെഞ്ചിൽ ചെന്നിരിക്കുക. അങ്ങനെ ചെന്നിരിക്കുന്ന സമയത്തോ അടുത്തിരുന്നു കൊണ്ട് ഒരു പേഴ്സൺ അവനോട് ചോദിച്ചു, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പൊ അവൻ മറുപടി പറഞ്ഞത് എന്തായിരുന്നു? മറുപടി പറഞ്ഞത്? അല്ലെ, ഐ ഫെയിൽഡ് ഇൻ 2 സബ്ജക്ട്സ്. അല്ലെ, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? 2 വിഷയങ്ങൾക്ക് പരാജയപ്പെട്ടിരിക്കുന്നു, അല്ലെ. അപ്പൊ അദ്ദേഹം പറയാണ് എന്താണ്? ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ജീവിതം എന്ന് പറയുന്നത് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്, അല്ലെ, ഉയർച്ചയും താഴ്ചയും നിറഞ്ഞതാണെന്ന് പറയും.
എന്നിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. അദ്ദേഹമാണ് ആര്? രാംനാരായൺ. ആരായിരുന്നു ഈ രാംനാരായൺ? രാംനാരായൺ എന്ന് പറയുന്നത് എന്താണ് 1960s ഒളിമ്പിക്സില് 400 മീറ്റർ റേസില് വിൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അല്ലെ. അപ്പൊ ആ രാംനാരായൺ ഇതെന്ന് അറിഞ്ഞപ്പോൾ തരുൺ വളരെ എക്സൈറ്റഡ് ആയി. എന്നിട്ട് അദ്ദേഹം ഇതിനോട് പറയുകയാണ്, എന്താണ്, യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ അല്ലെ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് അല്ലെ, ഏറ്റവും നല്ല ഓട്ടക്കാരിൽ ഒരാളാണ് നീ എന്ന് തരുണിനോട് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഹാവ് യു ജോയിൻഡ് എനി ട്രെയിനിങ് സ്കൂൾ അല്ലെ, ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ തരുൺ എന്ത് ചെയ്തു? തരുൺ മറുപടി പറയാണ് വളരെ ഡിസ്ട്രോട്ട് ആയിട്ട് അല്ലെ. ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ് സർ അല്ലെ. ഒരു ട്രെയിനിങ് സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? വളരെ ചിലവേറിയതാണ്. ആൻഡ് ഐ ആം അൺഎംപ്ലോയിഡ്. ഞാൻ എന്താണ്? അൺഎംപ്ലോയിഡ് ആണ് അല്ലെ, ജോലിയൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പൊ ഇദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഐ വിൽ ട്രെയിൻ അല്ലെ, ഇഫ് യു വോണ്ട് ഐ വിൽ ട്രെയിൻ യു. നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യിക്കാം, ബട്ട് ഓൺ കണ്ടീഷൻ. പക്ഷെ എന്തുണ്ട്? ഒരു നിബന്ധനയുണ്ട്. എന്താണ് ആ നിബന്ധന? ദർ ഈസ് എ റേസ് ഇൻ നെഹ്റു സ്റ്റേഡിയം അല്ലെ ഓൺ നവംബർ 14. ചിൽഡ്രൻസ് ഡേയില് നവംബർ 14 നെഹ്റു സ്റ്റേഡിയത്തിൽ എന്ത് നടക്കുന്നുണ്ട്? ഒരു റേസ് നടക്കുന്നുണ്ട്. യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ അല്ലെ, നീ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിൻ ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ പരിശീലിപ്പിക്കാം. അപ്പൊ പറഞ്ഞു, എന്താണ്, ഓക്കെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു, ഓക്കെ, നിനക്ക് എന്നാൽ പാർട്ടിസിപ്പേഷൻ കാർഡ് ഞാൻ നൽകാം അല്ലെ, 5 ദിവസത്തിന് ശേഷം ഇവിടെ വന്ന് പാർട്ടിസിപ്പേഷൻ കാർഡ് ഞാൻ നൽകാം. അതുപോലെ തന്നെ എന്താണ്, നീ എന്ത് ചെയ്യുക, അതിൽ ജയിച്ചു വരിക. ജയിച്ചു വന്നു കഴിഞ്ഞാൽ നിന്നെ പരിശീലിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റുവെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അവൻ എന്ത് ചെയ്യാണ്? വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവൻ ഓർക്കുകയാണ്. എന്താ ഓർത്തത്? ഇഫ് മൈ ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് മീ അല്ലെ, എന്നെ എന്റെ അച്ഛൻ വഴക്ക് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്താണ്, ഐ വുഡ് നോട്ട് ഹാവ് ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി, എനിക്ക് ഈ അവസരം ലഭിക്കില്ലായിരുന്നു. അതുകൂടി ഒന്ന് പോയിന്റ് ചെയ്ത് വെച്ചോളേ. ഏതാണ്? ഇഫ് മൈ ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് മീ കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് കാര്യങ്ങൾ. ഇതുവരെ എല്ലാവരും ഒന്ന് നോക്കി വെക്കുക. പിന്നെ നോട്ട്ബുക്ക് എടുത്തിട്ട് 2 ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, വാട്ട് വെയർ ദ ഒബ്സ്റ്റക്കിൾസ്, 3rd ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് വെയർ ദ ഒബ്സ്റ്റക്കിൾസ് ബിഫോർ തരുൺ ഇൻ പെർസ്യൂയിങ് ഹിസ് ഡ്രീംസ് അല്ലെ, തരുണിന്റെ സ്വപ്നം പെർസ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാലോ. എന്തൊക്കെയാണ് 2 തടസ്സങ്ങൾ? പാരന്റ്സ് ഹേറ്റ് ചെയ്യുന്നതും പിന്നെ ട്രെയിനിങ് എക്സ്പെൻസീവ് ആയിരുന്നു. അത് സെന്റൻസ് ആക്കി എഴുതുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് 4ാമത്തെ ക്വസ്റ്റ്യൻ, ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി, അത് എഴുതി വെക്കുക. പിന്നെയോ 5ാമത്തെ ക്വസ്റ്റ്യൻ വിടുക, വാട്ട് മേഡ് രാംനാരായൺ സേ ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നതും എഴുതി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ എഴുതി വെക്കാനും ശ്രദ്ധിക്കുക. ഇഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ശൈലികൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് നമ്മൾ ഇഡിയം എന്ന് പറയുന്നത്. ശൈലികൾ, നമ്മൾ ചില പ്രയോഗങ്ങളില്ലേ, ചില പ്രയോഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള വേർഡിന്റെ മീനിങ് ആയിരിക്കില്ല കിട്ടുന്നത്, മറ്റൊരർത്ഥമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഇഡിയം എന്ന് പറയുന്നത്. ഇഡിയത്തെ കുറിച്ച് കൂടുതൽ നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാനം തന്നെ പഠിക്കും. അതുകൊണ്ട് അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഇനി